Realization of FAR filters. So FAR filters in the transfer function h of z തന്നിട്ടുണ്ട്. So h of z is equal to sigma, n is equal to 0 to n minus 1. Finite ആണ്. So n is equal to 0 to n minus 1. h of n is raised to minus n. Expand ചെയ്ത് എഴുതുമ്പോൾ h of 0 is raised to 0, 1. So h of 1 is raised to minus 1 plus h of 2 is raised to minus 2, etc. up to n minus 1 കൊടുക്കുമ്പോൾ h of n minus 1 is raised to minus of n minus 1. h of z എന്ന് പറയുന്നത് y of z by x of z ആണ്. So y of z is equal to x of z കൊണ്ട് cross multiply ചെയ്യുന്നു. So h of 0 x of z plus h of 1 is raised to minus 1 x of z plus h of 2 is raised to minus 2 x of z plus etc. up to h of n minus 1 is raised to minus of n minus 1 x of z. So ഈ ഒരു എക്സ്പ്രഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, റിയലൈസ് ചെയ്യാനുള്ളത്. So direct form realization or transversal structure. So ഈ എക്സ്പ്രഷൻ വേണം നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട്. സോ ഫസ്റ്റ് നോക്കുമ്പോൾ എക്സ് ഓഫ് z ഇൻറ്റു എച്ച് ഓഫ് 0. സോ എച്ച് ഓഫ് 0 ഇൻറ്റു എക്സ് ഓഫ് z. ഇനി ഒരു ഡിലേ എലമെന്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ z റൈസ് ടു മൈനസ് 1 ഇൻറ്റു എക്സ് ഓഫ് z. അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എച്ച് ഓഫ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്ത ടേം ആയി. അടുത്ത ടേം സോ രണ്ട് ഡിലേ എലമെന്റ്സിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ z റൈസ് ടു മൈനസ് 2 ഇൻറ്റു എക്സ് ഓഫ് z. അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എച്ച് ഓഫ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഫൈനലി ഇത്രയും ഡിലേ എലമെന്റ്സ് പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് വരും, z റൈസ് ടു മൈനസ് ഓഫ് n മൈനസ് 1 ഇൻറ്റു എക്സ് ഓഫ് z കിട്ടും. സോ n മൈനസ് 1 ഡിലേ എലമെന്റ്സിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ z റൈസ് ടു മൈനസ് ഓഫ് n മൈനസ് 1 ഇൻറ്റു എക്സ് ഓഫ് z. അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, h ഓഫ് n മൈനസ് 1. സോ ഈ ടേംസ് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്തെടുക്കുന്നു. സോ നമുക്കപ്പോൾ എന്ത് കിട്ടും, y ഓഫ് z കിട്ടും. സോ രണ്ട് ടേംസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആഡറിൽ കൊടുത്തു. സോ ഫൈനലി y ഓഫ് z കിട്ടുന്നു. സോ ഇവിടെ നോക്കിയാൽ h of 0 തൊട്ട് h of n minus 1 വരെ, 0 to n minus 1. That means n multipliers ആവശ്യമായിട്ട് വരും ട്രാൻസ്വേഴ്സൽ സ്ട്രക്ചറിന്. n minus 1 adders വേണ്ടി വരും, n minus 1 adders വേണ്ടി വരും, n minus 1 delay elements വേണ്ടി വരും. So direct form realization n multipliers വേണം, n minus 1 adders വേണം, n minus 1 delay elements വേണം. Cascade realization. So h of z തന്നിട്ടുണ്ട്, FAR സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of z തന്നിട്ടുണ്ട്. സോ ഇത് ഒരു n minus 1 ഓർഡർ n minus 1 ആയിട്ടുള്ള ഒരു പോളിനോമിയൽ ആണ്. സോ ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ഫാക്ടേഴ്സ് ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാം. സോ h of z നെ നമുക്ക് സ്മോളർ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, h1 of z, h2 of z, h3 of z അങ്ങനെ. സോ ലാസ്റ്റ് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടണം, h of z തന്നെ കിട്ടണം. പിന്നീട് ഇൻഡിവിജ്വൽ സെക്ഷൻസിനെ നമുക്ക് എങ്ങനെ റിയലൈസ് ചെയ്യാം, ഐദർ ഡയറക്റ്റ് ഫോമിൽ റിയലൈസ് ചെയ്യാം അല്ലെങ്കിൽ ലീനിയർ ഫേസ് സ്ട്രക്ചർ, അതിന് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് ലീനിയർ ഫേസ് സ്ട്രക്ചർ. സോ ഒന്നുകിൽ ഡയറക്റ്റ് ഫോമിൽ അല്ലെങ്കിൽ ലീനിയർ ഫേസ് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് റിയലൈസ് ചെയ്യാം. h1 of z, h2 of z അങ്ങനെ ഓരോന്നിനെയും റിയലൈസ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി കാസ്കേഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ h of z കിട്ടും. So question നോക്കാം, determine the direct form realization of system function h of z is equal to 1 plus 2z raised to minus 1 minus 3z raised to minus 2 minus 4z raised to minus 3 plus 5z raised to minus 4. So ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, y of z നെ എങ്ങനെ എഴുതാം, h of z എന്ന് പറയുന്നത് y of z by x of z ആണ്. So y of z is equal to എന്ത് എഴുതാം, x of z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ x of z plus 2z raised to minus 1 x of z minus 3z raised to minus 2 x of z minus 4z raised to minus 3 x of z plus 5z raised to minus 4 x of z. ഇനി ഇതിനെ റിയലൈസ് ചെയ്യാൻ നോക്കുക, z raised to minus 4. അപ്പോൾ 4 ഡിലേ എലമെന്റ്സ് വേണം. സോ x of n കഴിഞ്ഞിട്ട് 4 ഡിലേ എലമെന്റ്സ് പ്ലേസ് ചെയ്യുന്നു. സോ ഫസ്റ്റ് എന്താണ്, x of z ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അടുത്തത് ഇവിടെ എന്ത് കിട്ടും, z raised to minus 1 x of z കിട്ടും, അതിന്റെ കോഎഫിഷ്യന്റ് 2. അടുത്ത ഇവിടെ നമുക്ക് z raised to minus 2 x of z കിട്ടും, അതിന്റെ കോഎഫിഷ്യന്റ് minus 3. ഇനി ഇവിടെ നമുക്ക് z raised to minus 3 x of z കിട്ടും, അതിന്റെ കോഎഫിഷ്യന്റ് minus 4. ഇവിടെ z raised to minus 4 x of z കിട്ടും, അതിന്റെ കോഎഫിഷ്യന്റ് 5. സോ എന്നിട്ട് എന്ത് ചെയ്യാം, രണ്ടെണ്ണം വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ആഡറിലോട്ട് കൊടുക്കുന്നു. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടും, y of n അല്ലെ y of z കിട്ടും. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ഡിലേ എലമെന്റ്സ് വേണ്ടി വരുന്നുണ്ട്, 4 ആഡേഴ്സ് വേണ്ടി വരുന്നുണ്ട്, പക്ഷെ മൾട്ടിപ്ലയേഴ്സ് എത്ര എണ്ണം വേണ്ടി വരും, 5 എണ്ണം വേണ്ടി വരും. Obtain the cascade realization of system function h of z is equal to 1 plus 2z raised to minus 1 minus z raised to minus 2 into 1 plus z raised to minus 1 minus z raised to minus 2. So ഇവിടെ നമുക്ക് ഇതിനെ തന്നെ രണ്ടായിട്ട് എടുക്കാം, h1 of z ആയിട്ട് എടുക്കാം, ഇത് അടുത്ത h2 of z ആയിട്ട് എടുക്കാം. സോ h1 of z ഈ ടേം, അടുത്ത h2 of z ഈ ടേം. എന്നിട്ട് ഓരോന്നിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ h1 of z ന്ന് y1 of z എഴുതി, h2 of z ന്ന് y2 of z എഴുതി. ഇനി ഓരോന്നിനെയും നമുക്ക് ഡയറക്റ്റ് ഫോം 1 വെച്ചിട്ട് ഡയറക്റ്റ് ഫോം വെച്ചിട്ട് റിയലൈസ് ചെയ്യാം. എന്നിട്ട് രണ്ടും കൂടെ എന്ത് ചെയ്തെടുക്കാം, കാസ്കേഡ് ചെയ്തെടുക്കാം.
സോ ആദ്യത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നിന്ന് y1 of z ഉണ്ട്. സോ y1 of z നെ ഇവിടെ റിയലൈസ് ചെയ്യുന്നു ഡയറക്റ്റ് ഫോം വെച്ചിട്ട്. അടുത്ത y2 of z നെ ഇവിടെ റിയലൈസ് ചെയ്യുന്നു ഡയറക്റ്റ് ഫോം വെച്ചിട്ട്. എന്നിട്ട് രണ്ടും കൂടെ കാസ്കേഡ് ചെയ്തെടുക്കുമ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് y of z കിട്ടുന്നു. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചതെല്ലാം എങ്ങനെയായിരുന്നു? ഹോറിസോണ്ടലി ആയിരുന്നു. ഇതിപ്പോ വെർട്ടിക്കലി കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. സോ ഇവിടെ നോക്കിയാൽ ആദ്യത്തെ ടേം എന്താണ്? x1 of z, അതിന്റെ കോഎഫിഷ്യന്റ് 1. അടുത്ത ഒരു രണ്ട് ഡിലേ എലമെന്റ്സ് വേണം. സോ അടുത്ത ഒരു ഡിലേ എലമെന്റ് കൂടെ പാസ് ചെയ്യുമ്പോൾ z raised to -1 x1 of z, അതിന്റെ കോഎഫിഷ്യന്റ് 2. അടുത്ത ഇവിടെ വരുമ്പോൾ z raised to -2 x of z, അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -1. സോ രണ്ടെണ്ണം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആഡറിലോട്ട് കൊടുക്കുന്നു. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് വേണം അടുത്ത സെക്ഷന്റെ എന്തായിട്ട് വരാൻ? ഇൻപുട്ട് ആയിട്ട് വരാം. സോ അവിടെ എത്ര ഡിലേ എലമെന്റ്സ് വേണ്ടി വരും? ഇവിടെ ഇതാണ് അടുത്ത സെക്ഷന്റെ ഇൻപുട്ട് ലൈൻ ആയിട്ട് വരുന്നത്. ഇവിടെ രണ്ട് ഡിലേ എലമെന്റ്സ്. സോ രണ്ട് ഡിലേ എലമെന്റ്സ് പ്ലേസ് ചെയ്തു. x2 of z ന്റെ കോഎഫിഷ്യന്റ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അടുത്ത z raised to -1 x2 of z ന്റെ കോഎഫിഷ്യന്റ് 1 തന്നെയാണ്. അടുത്ത z raised to -2 x of z ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -1 ആണ്. സോ ഇവിടെ രണ്ട് ടേംസ് വെച്ചിട്ട് ആഡറിൽ കൊടുത്തു, ആഡ് ചെയ്തു. ഫൈനൽ ഔട്ട്പുട്ട് y of n അല്ലെങ്കിൽ എന്ത് കിട്ടുന്നു? y of z കിട്ടുന്നു. നെക്സ്റ്റ് ലീനിയർ ഫേസ് റിയലൈസേഷൻ. ലീനിയർ ഫേസ് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ FIR സിസ്റ്റംസിന്റെ ഇമ്പൾസ് റെസ്പോൺസ്, അതായത് h of n ഇമ്പൾസ് റെസ്പോൺസ് സിമെട്രിക്കൽ ആണെങ്കിൽ, ഇമ്പൾസ് റെസ്പോൺസ് സിമെട്രിക്കൽ ആവുക മീൻസ് h of n is equal to h of n minus 1 minus n. അങ്ങനെ ഇമ്പൾസ് റെസ്പോൺസ് സിമെട്രിക്കൽ ആണെങ്കിൽ FIR സിസ്റ്റംസ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു പറയാം? ലീനിയർ ഫേസ് റെസ്പോൺസ് ആയിരിക്കും എന്ന് പറയാം. ഇപ്പൊ ഈ സിമെട്രി കണ്ടീഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ ലീനിയർ ഫേസ് റിയലൈസേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ റിയലൈസ് യൂസിങ് മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയാം. സോ ലീനിയർ ഫേസ് റിയലൈസേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ എന്തും പറയാം? യൂസിങ് മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയും. സോ മൾട്ടിപ്ലയേഴ്സിന്റെ നമ്പർ എവിടെ കുറയ്ക്കാൻ പറ്റും? ലീനിയർ ഫേസ് റിയലൈസേഷനിൽ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ലീനിയർ ഫേസ് റിയലൈസേഷനിലോട്ട് പോകണമെങ്കിൽ എന്ത് പോസിബിൾ ആയിരിക്കണം? ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് h of n is equal to h of n minus 1 minus n. സോ ലീനിയർ ഫേസ് സ്ട്രക്ചറിന്റെ ഒരു കോമൺ സ്ട്രക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് n ഈവൻ ആവുമ്പോൾ, n ഈവൻ ആവുക മീൻസ് n minus 1 എന്താണ്? ഓഡ്. സോ ഇവിടെ നോക്കിയാൽ കാണാം ഫസ്റ്റ് ടേമിന്റെ ലാസ്റ്റ് ടേമിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? സെയിം ആണ്, h of 0. അതായത് രണ്ട് മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യേണ്ടടുത്ത് എന്ത് മതി? ഒരു സിംഗിൾ മൾട്ടിപ്ലയർ യൂസ് ചെയ്താൽ മതിയാവും. കാര്യം രണ്ട് ടേംസിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? സെയിം ആണ്. സോ നേരത്തെ നമുക്ക് n മൾട്ടിപ്ലയേഴ്സ് വേണ്ടി വന്നു, പക്ഷെ ഇവിടെ എത്ര മൾട്ടിപ്ലയേഴ്സ് മതിയാവും? n/2 മൾട്ടിപ്ലയേഴ്സ് മതിയാവും. ഇവിടെ n ന്റെ വാല്യൂ ഈവൻ ആയതുകൊണ്ട് n minus 1 എന്തായിരിക്കും? ഓഡ് ആയിരിക്കും. അതായത് ഇപ്പൊ n ന്റെ വാല്യൂ 8 ആണെങ്കിൽ n minus 1 എന്താണ്? 7 ആവുമ്പോഴത്തേക്ക് ഒരു ഡിലേ എലമെന്റ് ഇവിടെ, ബാക്കി ഒരു ഡിലേ എലമെന്റ് ഇവിടെ, ബാക്കി 6 ഡിലേ എലമെന്റ്സ് ഉണ്ട്. സോ 6 ഡിലേ എലമെന്റ്സിൽ 3 എണ്ണം മുകളിൽ 3 എണ്ണം താഴെ, ആ രീതിയിലായിരിക്കും വരിക. അതൊരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് നോക്കാം. സോ എന്ത് ഓർത്ത് വയ്ക്കാം? ലീനിയർ ഫേസ് സ്ട്രക്ചർ ആകുമ്പോഴത്തേക്ക് എന്തിന്റെ നമ്പർ നമുക്ക് കുറയ്ക്കാൻ പറ്റും? മൾട്ടിപ്ലയേഴ്സിന്റെ നമ്പർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. n ഈവൻ ആവുമ്പോൾ നേരത്തെ n മൾട്ടിപ്ലയേഴ്സ് വേണ്ടി വന്നെടുത്ത് ഇനി എത്ര എണ്ണം മതിയാവും? n/2 മൾട്ടിപ്ലയേഴ്സ് മതിയാവും. n ഓഡ് ആവുമ്പോൾ കോമൺ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാലും രണ്ട് ടേംസിന് കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കും. സോ നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ n ഓഡ് ആവുക മീൻസ് n minus 1 എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. അപ്പൊ n ന്റെ വാല്യൂ 7 ആണെങ്കിൽ n minus 1 6. അപ്പൊ 6 ആവുമ്പോഴത്തേക്ക് അതിന്റെ പകുതി, അപ്പൊ 3 ഡിലേ എലമെന്റ്സ് മുകളിൽ, അടുത്ത 3 ഡിലേ എലമെന്റ്സ് താഴെ, ആ രീതിയിൽ വരും. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്പർ ഓഫ് കോഎഫിഷ്യന്റ് h of 0 തൊട്ട് h of n minus 1/2 വരെ ഉണ്ട്. അതായത് മൊത്തം 0 to n minus 1/2 വരെ. അപ്പൊ എത്ര മൾട്ടിപ്ലയേഴ്സ് വേണ്ടി വരും? n minus 1/2 plus 1, അത്രയും മൾട്ടിപ്ലയേഴ്സ് വേണ്ടി വരും. n minus 1/2 plus 1 ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n plus 1 divided by 2 എന്ന് പറഞ്ഞ് കിട്ടും. സോ നമ്പർ ഇവിടെ ഇപ്പൊ എത്ര മൾട്ടിപ്ലയേഴ്സ് വേണം? n plus 1/2 വേണം. n ഈവൻ ആയിരുന്നപ്പോ n/2 മൾട്ടിപ്ലയേഴ്സ് വേണം. n ഓഡ് ആവുമ്പോൾ n plus 1/2 മൾട്ടിപ്ലയേഴ്സ് വേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിയലൈസ് ദ സിസ്റ്റം ഫംഗ്ഷൻ h of z ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം കോഎഫിഷ്യൻസ് സെയിം ആണ്. സോ ഇവിടെ z raised to 0, z raised to -6, രണ്ടിന്റെ കോഎഫിഷ്യന്റ് 1/2, z raised to -1, z raised to -5, രണ്ടിന്റെ കോഎഫിഷ്യന്റ് 1/3.
ഇവിടെ നടുക്ക് 1/4 z raised to minus 3. മൊത്തം 6 ഡിലേ എലമെന്റ്സ് വേണം. സോ 3 ഡിലേ എലമെന്റ്സ് മുകളിൽ 3 ഡിലേ എലമെന്റ്സ് താഴെ ആ രീതിയിൽ വരയ്ക്കാം. സോ ഇവിടുന്ന് ഫസ്റ്റ് ഡിലേ എലമെന്റ് പാസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? z raised to minus 1 x of z. ഇവിടെ z raised to minus 2, ഇവിടെ z raised to minus 3, ഇവിടെ z raised to minus 4, ഇവിടെ z raised to minus 5, ഇവിടെ z raised to minus 6. അപ്പോൾ z raised to 0യുടെയും z raised to minus 6ന്റെയും കോഎഫിഷ്യന്റ് എന്താണ്? 1/2. സോ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ എന്ത് കിട്ടും? 1 പ്ലസ് z raised to minus 6 ഇൻറ്റു എന്ത് വരും? 1/2 എന്ന് വരും. സോ 1/2. അടുത്തത് എന്താണ്? ഇവിടെ നമുക്ക് കിട്ടുന്ന z raised to minus 1. സോ z raised to minus 1 പ്ലസ് ഇവിടെ നിന്ന് എന്ത് വരും? z raised to minus 5. z raised to minus 1 പ്ലസ് z raised to minus 5. അതിന്റെ കോഎഫിഷ്യന്റ് എന്താ വരിക? കോമൺ കോഎഫിഷ്യന്റ് 1/3. ഇവിടുന്ന് എന്താ? z raised to minus 2ഉം z raised to minus 4ഉം. z raised to minus 2ന്റെയും z raised to minus 4ന്റെയും കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. സോ കോഎഫിഷ്യന്റ് 1. അടുത്തത് ഇവിടെ നമുക്ക് z raised to minus 3 ആണ് വരിക. z raised to minus 3. z raised to minus 3യുടെ കോഎഫിഷ്യന്റ് എന്താണ്? 1/4. ഇനി എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ തമ്മിൽ രണ്ട് ടേംസ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് ലാസ്റ്റ് ഫൈനലി നമുക്ക് എന്ത് കിട്ടും? y of z കിട്ടും. The next, obtain cascade realization with minimum number of multipliers for the system function. അപ്പോൾ ഇവിടെ h of z തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് h1 of z ആയിട്ട് എടുക്കാം, ഇത് h2 of z ആയിട്ട് എടുക്കാം. സോ h1 of z-ന് ലീനിയർ ഫേസ് മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലൈസ്, ദാറ്റ് മീൻസ് ലീനിയർ ഫേസ് റിയലൈസേഷൻ. അടുത്ത h2 of z-നെ ലീനിയർ ഫേസ് റിയലൈസേഷൻ പറ്റുമെന്ന് നോക്കാം. സോ ഇവിടെ നോക്കാം, രണ്ട് കോഎഫിഷ്യൻസ് 1/2 തന്നെ, നടുക്ക് 1. സോ ഇവിടെയും രണ്ടിന്റെയും കോഎഫിഷ്യന്റ് 1, നടുക്ക് 1/3. സോ ഇവിടെ രണ്ട് ഡിലേ എലമെന്റ്സ്. അപ്പൊ മുകളിൽ ഒരു ഡിലേ എലമെന്റ്, താഴെ ഒരു ഡിലേ എലമെന്റ്, ആ രീതിയിൽ എഴുതി. ഇവിടുന്ന് x of n, ഇവിടുന്ന് എന്ത് കിട്ടും? x of z, ഇവിടുന്ന് z raised to minus 1 x of z കിട്ടും. ഇവിടുന്ന് z raised to minus 2 x of z കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും സോ 1 plus 1/2 into 1 plus z raised to minus 2 ആണ് കിട്ടുക. അപ്പൊ ഇവിടുന്ന് 1 plus z raised to minus 2 into 1/2. അടുത്തതിന്റെ കോഎഫിഷ്യന്റ് നോക്കാം. ഇവിടുന്ന് വരുന്നത് z raised to minus 1, അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. സോ ഈ രണ്ട് ടേംസും കൂടെ ആഡറിലോട്ട് കൊടുക്കുന്നു. അതിന്റെ ഔട്ട്പുട്ട് ആണ് നെക്സ്റ്റ് സെക്ഷന്റെ എന്തായിട്ട് വരിക? ഇൻപുട്ട് ആയിട്ട് വരിക. അവിടെ രണ്ട് ഡിലേ എലമെന്റ്സിനെ പ്ലേസ് ചെയ്തു. ഫസ്റ്റത്തേന്റെയും ലാസ്റ്റത്തേന്റെയും എന്താണ്? കോമൺ കോഎഫിഷ്യന്റ്. കോമൺ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. രണ്ടിന്റെയും കോമൺ കോഎഫിഷ്യന്റ് 1. അടുത്തത് z raised to minus 1 ഇവിടുന്ന് വരുന്നു. സോ അതിന്റെ കോഎഫിഷ്യന്റ് 1/3. സോ ഈ രണ്ട് ടേംസും കൂടെ ആഡറിലോട്ട് കൊടുക്കുന്നു. സോ ഔട്ട്പുട്ട് എന്ത് കിട്ടുന്നു? y of n കിട്ടുന്നു. Next questions, realize the following system function using minimum number of multipliers. So minimum number of multipliers ആണ്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കണം. ലീനിയർ ഫേസ് ആണോ എന്ന് നോക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി അറിയാം. 1 സെയിം കോഎഫിഷ്യന്റ് 1/3 1/3 1/4 1/4. സോ ഫസ്റ്റ് നോക്കുമ്പോൾ എത്ര ഡിലേ എലമെന്റ്സ് വേണ്ടി വരും? 5 ഡിലേ എലമെന്റ്സ് വേണ്ടി വരും. സോ 5 ഡിലേ എലമെന്റ്സ് വേണ്ടി വരുമ്പോൾ ഒരു ഡിലേ എലമെന്റ് ഇവിടെ പ്ലേസ് ചെയ്യുക. ബാക്കി 4 ഡിലേ എലമെന്റ്സ്, അതിൽ 2 എണ്ണം മുകളിൽ 2 എണ്ണം താഴെ. സോ 5 ഓഡ് ആവുമ്പോൾ ഒരാള് ഇവിടെ പ്ലേസ് ചെയ്യുക. ബാക്കി ഉള്ളതിന് കറക്റ്റ് ഹാഫ് പകുതിയാക്കിയിട്ട് മുകളിലും താഴെയായിട്ട് വെക്കുക. സോ ബാക്കി 4 എണ്ണം, 2 എണ്ണം മുകളിൽ 2 എണ്ണം താഴെ. സോ നോക്കുക ഫസ്റ്റ് ടേം. അപ്പൊ ഇവിടുന്ന് ഫസ്റ്റ് ടേമിന്റെ ലാസ്റ്റ് ടേം z raised to minus 5ന്റെ കോഎഫിഷ്യന്റ് സെയിം. അപ്പൊ ഇവിടെ എന്ത് വരും? 1 plus z raised to minus 5. അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. അടുത്ത ഇവിടെ എന്താണ്? z raised to minus 1 plus z raised to minus 4 into എന്താണ്? 1/3 ആണ് കോഎഫിഷ്യന്റ്. സോ ഇവിടുന്ന് z raised to minus 1 കിട്ടും. ഇവിടുന്ന് എന്ത് കിട്ടും? z raised to minus 4 കിട്ടും. സോ z raised to minus 1 plus z raised to minus 4. അതിന്റെ രണ്ടിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? സെയിം ആണ് 1/3. ഇവിടെ ആണെങ്കിൽ z raised to minus 2 z raised to minus 3. ഇവിടുന്ന് z raised to minus 2 വരും. ഇവിടുന്ന് z raised to minus 3 വരും. രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. z raised to minus 2 plus z raised to minus 3 into സെയിം കോഎഫിഷ്യന്റ് 1/4. ഇത് രണ്ടെണ്ണം വെച്ചിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ആഡറിൽ കൊടുക്കുക. അടുത്ത ടേംസ് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. സോ ഫൈനലി എന്ത് കിട്ടുന്നു? y of n അല്ലെങ്കിൽ y of z കിട്ടുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇത് മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിയലൈസ് ചെയ്യണം. സോ അതിന് എന്ത് വേണം? ലീനിയർ ഫേസ് റെസ്പോൺസ് ആണെങ്കിൽ അങ്ങനെ റിയലൈസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് കാസ്കേഡ് ആയിട്ട് എടുക്കാം. കാര്യം ഓരോന്നായിട്ട് എടുത്താൽ ഇത് h1 of z, ഇത് h2 of z ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ h1 of z എന്ത് തരും? ലീനിയർ ഫേസ് റെസ്പോൺസ് തരും. അടുത്ത h2 of z ലീനിയർ ഫേസ് റെസ്പോൺസ് തരും. സബ് കോഎഫിഷ്യൻസ് നോക്കാം. z raised to minus 1 z raised to 0. രണ്ടിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്.
ഇവിടെ 1 ആണ് ഇവിടെ കോഎഫിഷ്യന്റ്, ഇതിന്റെ രണ്ടിന്റെ കോഎഫിഷ്യന്റ് 1/2. സോ രണ്ടും ലീനിയർ ഫേസ് റെസ്പോൺസ് തരുന്നുണ്ട്. സോ മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് വെച്ചിട്ട് റിയലൈസ് ചെയ്യാം. സോ ആദ്യത്തെ ഫംഗ്ഷനെ റിയലൈസ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഒരു ഡിലേ എലമെന്റേ ഉള്ളൂ. സോ അതിനെ ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പൊ ഇവിടുന്ന് വരുന്നത് ഏതാണ്? 1 പ്ലസ് ഇസഡ് റൈസ് ടു, ഇവിടുന്ന് ഇസഡ് റൈസ് ടു -1. സോ 1 പ്ലസ് ഇസഡ് റൈസ് ടു -1. അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. സോ അത് അടുത്ത സെക്ഷന്റെ ഇൻപുട്ട് ആയിട്ട് പോകും. സോ ഇവിടെ മൊത്തം എത്ര ഡിലേ എലമെന്റ്സ് വേണം? 3 ഡിലേ എലമെന്റ്സ് വേണം. അപ്പോൾ ഒരു ഡിലേ എലമെന്റ് ഇവിടെ പ്ലേസ് ചെയ്തു. ബാക്കി 2 ഡിലേ എലമെന്റ്സ് അതിനെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്ത ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെ. സോ ഇവിടെ നോക്കാം, ഫസ്റ്റ് ടേം എന്ന് പറയുന്ന 1 പ്ലസ് ഇസഡ് റൈസ് ടു -3. 1 പ്ലസ് ഇവിടെ നിന്ന് എന്ത് വരും? ഇസഡ് റൈസ് ടു -3. രണ്ടിന്റെയും കോഎഫിഷ്യന്റ് 1. ഇനി അടുത്തത് ടേം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇസഡ് റൈസ് ടു -1 വരും, ഇവിടെ നിന്ന് ഇസഡ് റൈസ് ടു -2 വരും. സോ ഇസഡ് റൈസ് ടു -1 പ്ലസ് ഇസഡ് റൈസ് ടു -2, ഇസഡ് റൈസ് ടു -1 പ്ലസ് ഇസഡ് റൈസ് ടു -2. കോമൺ ആയിട്ട് രണ്ടിന്റെയും കോഎഫിഷ്യന്റ് എന്താണ്? 1/2. സോ ഈ രണ്ട് ടേംസും കൂടെ എന്ത് ചെയ്യുന്നു? ആഡറിൽ കൊടുക്കുന്നു, ആഡ് ചെയ്തെടുക്കുന്നു. എന്ത് കിട്ടുന്നു? YFN കിട്ടുന്നു. So realize the following FAR system with minimum number of multipliers. ഇവിടെ h of n ആണ് തന്നിരിക്കുന്നത്. h of z ന് പകരം h of n തന്നിരിക്കുന്നു. So h of n ന് എന്ത് കണ്ടുപിടിക്കണം? h of z കണ്ടുപിടിക്കണം. So sigma n is equal to 0 to n minus 1. അപ്പോൾ മൊത്തം 3 സാമ്പിൾസ്, n is equal to 3. So n minus 1 ആകുമ്പോഴത്തേക്ക് 2. 0 to 2. അതായത് h of 0, h of 1, h of 2. So 0 to 2, h of n is raised to -n. Expand ചെയ്യുമ്പോൾ ആദ്യം h of 0 is raised to 0. h of 0 എന്ന് പറയുന്നത് -0.5 is raised to 0, 1. Plus h of 1 is raised to -1. h of 1 is 0.8. 0.8 is raised to -1. Plus h of 2 is raised to -2. h of 2 എന്ന് പറയുന്നത് -0.5 is raised to -2. ഇനി ഇവിടെ കോമൺ ആയിട്ടുള്ളത് കോഎഫിഷ്യൻസ് എടുക്കുകയാണെങ്കിൽ -0.5 into ഇവിടെ എന്ത് വരും? 1 പ്ലസ് ഇസഡ് റൈസ് ടു -2 പ്ലസ് 0.8 ഇസഡ് റൈസ് ടു -1. രണ്ട് ഡിലേ എലമെന്റ്സ് വേണം. സോ മുകളിൽ ഒരെണ്ണം താഴെ ഒരെണ്ണം എഴുതി. സോ ഇവിടുന്ന് എന്ത് വരും? 1 വരും. 1 പ്ലസ് ഇവിടുന്ന് എന്ത് വരും? ഇവിടുന്ന് ഇസഡ് റൈസ് ടു -1, ഇവിടുന്ന് ഇസഡ് റൈസ് ടു -2. സോ 1 പ്ലസ് ഇസഡ് റൈസ് ടു -2. അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -0.5. അടുത്ത ഇസഡ് റൈസ് ടു -1 ഇവിടുന്ന് വരുന്നു. സോ അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 0.8. സോ ഈ രണ്ട് ടേംസും കൂടെ ആഡറിൽ കൊടുക്കുന്നു. സോ y of z കിട്ടുന്നു.